പ്രതി കേരളക്കര ഏറെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ആമയഞ്ചാൽ തോട്ടിലെ ജോയിയുടെ മരണം. ഇപ്പോൾ ജോയിയുടെ കുടുംബത്തിന് മേയർ ആര്യ രാജേന്ദ്രൻ വീട് വെച്ച് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കുടുംബത്തിനുള്ള ധനസഹായത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. അതുമായി അനുബന്ധിച്ചൊരു റിപ്പോർട്ടിലേക്കാണ്. ആമയഞ്ചാൽ തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടെ റെയിൽവേ കരാർ ജീവനക്കാരൻ മരിച്ചതിൽ തിരുവനന്തപുരം നഗരസഭ ഇന്ന് പ്രത്യേക കൗൺസിൽ യോഗം ചേരും. ഉച്ചയ്ക്ക് 2:30-നാണ് യോഗം. ജോയിയുടെ കുടുംബത്തിന് സഹായം എത്തിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് പ്രത്യേക യോഗം ചേരുക. ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടെ ജോയി മരിച്ച സംഭവത്തിൽ നഗരസഭയും റെയിൽവേ അധികൃതരും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. ഇതിനിടെയാണ് ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പ്രഖ്യാപിച്ചത്. ജോയി താമസിച്ചിരുന്നത് നഗരസഭാ പ്രദേശത്തല്ലാത്തതിനാൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം. അതിനാൽ ഇക്കാര്യം കൗൺസിൽ യോഗം ചേർന്ന് തീരുമാനിച്ച സർക്കാരിനെ അറിയിക്കും. ജോയിയുടെ കുടുംബത്തിന് സഹായം നൽകുന്ന കാര്യം ചർച്ച ചെയ്യാൻ ചേരുന്ന പ്രത്യേക കൗൺസിലിൽ പ്രതിപക്ഷ കക്ഷികൾ സഹകരിക്കുമെന്നാണ് വിവരം. എന്നാൽ റെയിൽവേ ഭൂമിയിൽ തോടിന്റെ ഭാഗത്തെ മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചർച്ച ഉയർന്നാൽ ഭരണ പ്രതിപക്ഷ ബഹളത്തിന് സാധ്യതയുണ്ട്. അതേസമയം ജോയിയുടെ മരണത്തിന് കാരണക്കാരിയായ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.